CC Joseph, welcome to Goodness TV. Thank you, Chachi. CC Joseph, വത്തിക്കാനിലെ ഡൈക്കാസ്ട്രി ഓഫ് ഇൻ്റഗ്രൽ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് അതിൻ്റെ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ടാണ് മാർപ്പാപ്പയായിട്ടുള്ള കൂടിക്കാഴ്ച കിട്ടുന്നതും. മാർപ്പാപ്പയുടെ ഒരു പ്രത്യേകത ഞങ്ങളുടെ മാർപ്പാപ്പയുടെ ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ആണ്, ഒരു സാമൂഹ്യ പ്രതിബദ്ധത. ദാറ്റ് മേ ബി ഫോർ ദ മാർജിനലൈസ്ഡ് പീപ്പിൾ ആയിരിക്കാം, അണ്ടർ പ്രിവിലേജ്ഡ് ആയിരിക്കാം, ഡ്രഗ് അഡിക്ട്സ് ആയിരിക്കാം, അല്ലേ? അങ്ങനെ സമൂഹം പ്രശ്നക്കാരെന്നോ പാപികളെന്നൊക്കെ പറഞ്ഞ് മാറ്റി നിർത്തിയിരിക്കുന്നവരെ ചേർത്ത് പിടിക്കുന്ന മാർപ്പാപ്പയുടെ ഒരു സാമൂഹ്യ അവബോധം, ദ സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് നമ്മളെല്ലാവരും സ്പർശിച്ചിട്ടുണ്ട്. ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് CC ജോസഫ്. ഫോർത്ത് വേവ് ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു NGO സന്നദ്ധ സംഘടനയുടെ ഫൗണ്ടർ, ഡയറക്ടറാണ്, അതിൻ്റെ CEO ആണ്. സ്കൂൾ ഡ്രോപ്പ് ഔട്ട്സിന് വേണ്ടി വിവിധ കാരണങ്ങളാൽ പഠനം സ്കൂൾ കാലഘട്ടത്തിൽ പൂർത്തിയാക്കാൻ പറ്റാത്ത കുട്ടികളെ കണ്ടെത്തി വീണ്ടും അവരെ പഠിപ്പിച്ച് അവരെ ജീവിതത്തിലേക്ക് കരകയറ്റുന്നവർ, അതിൽ ഡ്രഗ് അബ്യൂസുമായിട്ട് ബന്ധപ്പെട്ട കുട്ടികളെ അവരുടെ മാതാപിതാക്കളെയൊക്കെ രക്ഷിക്കുന്ന ഇവർ കപ്പിളായിട്ടാണ് കേട്ടോ. CC ജോസഫും ഡയാനയും രക്ഷിക്കുന്നു. അപ്പോൾ ഈ ഫൗണ്ടേഷനുമായിട്ട് ബന്ധപ്പെട്ട് മാർപ്പാപ്പയുടെ സാമൂഹ്യ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് മാർപ്പാപ്പയെ വിസിറ്റ് ചെയ്യാനും ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യാനും അവർക്ക് സാധിച്ചു എന്നുള്ളതാണ് ഇവരുടെ ഒരു പ്രത്യേകത. CC, ആ അനുഭവങ്ങളൊന്ന് പങ്കുവയ്ക്കാമോ? വത്തിക്കാനിൽ പോയതും പോപ്പിനോടൊപ്പം പങ്കുവച്ച നിമിഷങ്ങൾ പറയാം. ഞങ്ങള് CC ജോസഫാണ്, CC എന്ന് ഷോർട്ട് ഫോം വിളിക്കുന്നതാണ്. ഞങ്ങൾ റോമിൽ പോയത് 2018 ഡൈക്കാസ്ട്രി ഓഫ് ഇൻറ്റഗ്രൽ ഹ്യൂമൻ ഡെവലപ്മെൻറ്റിൻ്റെ ഒരു കോൺഫറൻസ് ഉണ്ടായിരുന്നു, ഡ്രഗ്സ് ആൻഡ് അഡിക്ഷനെ കുറിച്ച്. നവംബർ 28 തൊട്ട് ഡിസംബർ 1 വരെ. അന്ന് ഇത് ഹെഡ് ചെയ്തുകൊണ്ടിരുന്ന കാർഡിനൽ പീറ്റർ ടർക്സൺ ആയിരുന്നു. അപ്പം ഡൈക്കാസ്ട്രി ഓഫ് ഇൻറ്റഗ്രൽ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഒരു 4 ഡൈക്കാസ്ട്രീസ് ഒരുമിച്ച് വന്ന് ഫോമായ ഒരു ഡൈക്കാസ്ട്രി. അപ്പോൾ മാർപ്പാപ്പ തന്നെ, പോപ്പ് ഫ്രാൻസിസ് തന്നെ ഇനിഷ്യേറ്റ് ചെയ്ത ഒരു ഡൈക്കാസ്ട്രി ആയിരുന്നു. പ്രൈമറി ഒബ്ജക്റ്റീവ് ആ ഡൈക്കാസ്ട്രിയുടെ, പോപ്പിൻ്റെ ഒരു ഫേമസ് അല്ലെ ഒരു വളരെ പോപ്പുലർ ഒരു വേർഡ് ഉണ്ട്, പെരിഫറീസ് എന്ന്. അപ്പോൾ പെരിഫറീസിലുള്ള ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു ഡൈക്കാസ്ട്രി ആയിരുന്നു. അപ്പം ഞങ്ങൾ പോയ കോൺഫറൻസ് 150 കൺട്രീസിൽ നിന്നുള്ള റെപ്രസെൻറ്റേറ്റീവ്സ് ഉണ്ടായിരുന്നു. വേർ വി വർ ഡിസ്കസിങ്, മെയിൻ തീം വാസ് ഡ്രഗ്സ് ആൻഡ് അഡിക്ഷൻ. കാരണം മാർപ്പാപ്പ അന്ന് ഊന്നൽ കൊടുത്ത ഒരു കാര്യമാണ്, ലോട്ട് ഓഫ് യങ് പീപ്പിൾ ആർ ഫോളിങ് ഇൻ ടു ഡ്രഗ്സ് ആൻഡ് അഡിക്ഷൻ. അപ്പോൾ അതിന് എങ്ങനെ നമുക്ക് ആസ് എ ചേർച്ച് നമ്മുടെ പാസ്റ്ററൽ പ്ലാനിൽ ഇതെങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റും എന്നുള്ളൊരു ഡിസ്കഷൻ ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു കോൺഫറൻസിനോടനുബന്ധിച്ചാണ് ഞങ്ങൾ മാർപ്പാപ്പയെ കാണാനും റോമിൽ പോയി കോൺഫറൻസ് അറ്റൻഡ് ചെയ്തു. കോൺഫറൻസിൻ്റെ ലാസ്റ്റ് ഡേ മാർപ്പാപ്പയുടെ ഒരു മെസ്സേജും മാർപ്പാപ്പയെ കാണാൻ, പോപ്പ് ഫ്രാൻസിസിനെ കാണാനുള്ള ഒരു ബ്ലെസ്സിങ്ങും ഉണ്ടായിരുന്നു. പോപ്പ് ഫ്രാൻസിസിനെ കാണുകയും പോപ്പ് ഫ്രാൻസിൻ്റെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുകയും ഞങ്ങളുടെ ആക്ടിവിറ്റീസ് പറയുകയും ആൻഡ് ഗോട്ട് ഹിസ് ബ്ലെസ്സിങ്സ് ഫോർ ദി ആക്ടിവിറ്റീസ് ദാറ്റ് വി ആർ ഡൂയിങ്. മാർപ്പാപ്പയുടെ ഒരു കൊട്ടേഷൻ ഒന്ന് വായിക്കാൻ ഇൻട്രസ്റ്റഡ് ആണ്. കാരണം പുള്ളിക്കാരൻ ഈ കോൺഫറൻസിനോടനുബന്ധിച്ച് പല ഡോക്യുമെന്റ്സ് ഉണ്ടായിരുന്നു. പക്ഷെ ഈ വായിക്കുന്നത് ഡോക്യുമെന്റ് ഓൺ യൂത്ത് ആൻഡ് ഫെയ്ത്ത് എന്ന് പറഞ്ഞ ഒരു സാധനമാണ്. അഡിക്ഷനെ കുറിച്ചാണ് പറയുന്നത്. ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് ഇൻ മെനി ഇൻസ്റ്റൻസസ് these forms of addictions are not the consequence of people succumbing to vice, but rather an effect of the dynamics of exclusion. ഇപ്പോൾ മാർപ്പാപ്പയുടെ പെർസ്പെക്റ്റീവ് വളരെ ക്ലിയറാണ്. ഇതൊരു ഈ വയസ്സ് കാരണമല്ല, ഇവരെ എക്സ്ക്ലൂഡ് ചെയ്യുന്ന കാരണമാണ് പലരും അഡിക്ഷനിലേക്ക് പോകുന്നതെന്നുള്ള ഒരു പെർസ്പെക്റ്റീവിലായിരുന്നു. മാർപ്പാപ്പയുടെ ആ ഒരു ഇൻക്ലൂസീവ്നെസ്, പ്രത്യേകിച്ച് ആ പെരിഫറീസ് എന്നുള്ള വാക്ക് പറഞ്ഞല്ലോ, ആ ഇൻക്ലൂസീവ്നെസ് മാർപ്പാപ്പയുടെ പേഴ്സണാലിറ്റിയിൽ എത്രത്തോളം റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്? ഈ സത്യം പറഞ്ഞാൽ കോൺഫറൻസിന്റെ പല ഡിസ്കഷൻസും പല ഇതും വന്നപ്പോഴും മാർപ്പാപ്പ ആയിട്ട് ഒരു ഓഡിയൻസും ഒരു മീറ്റിംഗും ഉണ്ടാവുന്ന ആരും പറഞ്ഞില്ല. ലാസ്റ്റ് ഡേ കാർഡിനൽ ടർക്സും പറഞ്ഞു, മാർപ്പാപ്പ വാണ്ട്സ് ടു മീറ്റ് ഓൾ ഓഫ് us ബിക്കോസ് ദിസ് ഇസ് ആൻ ഇഷ്യൂ ദാറ്റ് ഇസ് വെരി ക്ലോസ് ടു ഹിസ് ഹാർട്ട് എന്ന് പറഞ്ഞ് ഞങ്ങൾ പെട്ടെന്ന് പോകുന്നു. അപ്പം he was following all the things that was there. അവിടെ വന്ന് പലരോടും സംസാരിക്കുകയും അവരുടെ പെർസ്പെക്റ്റീവ്സ് കേൾക്കുകയും, മാർപ്പാപ്പയുടെ ഒരു വളരെ ഞാൻ ശ്രദ്ധിച്ചൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഒരാളോട് സംസാരിക്കുമ്പോൾ ഹി ലുക്സ് ഇൻ ടു ദ പേഴ്സൺസ് ഐ ആൻഡ് ടോക്സ്. ബാക്കി പുറകിൽ എത്ര പേരുണ്ടോ, ബാക്കി എത്ര ഇതുണ്ടോ, ഫോർ ഹിം ദാറ്റ് ഇൻഡിവിജ്വൽ മാറ്റേഴ്സ് എ ലോട്ട്. അപ്പം അതാരാണേലും, it can be a cardinal, it can be a very simple person on the
സ്ട്രീറ്റ്, പക്ഷേ ദ പേഴ്സൺ ഇൻ ഫ്രണ്ട് ഓഫ് ഹിം മാറ്റേഴ്സ് എ ലോട്ട്. ആ ഒരു വിച്ച് ഇസ് നോട്ട് ദ വിച്ച് ഐ ഹവ് നോട്ട് സീൻ ഇൻ എ ലോട്ട് ഓഫ് പീപ്പിൾ. ആൻഡ് പുള്ളിയുടെ കമ്മ്യൂണിക്കേഷൻ വളരെ സ്ട്രേറ്റ് ടു ദി ഐ ആ, വേറെ ഒരിടത്തും നോക്കിയല്ല സംസാരിക്കുന്നത്. ഹി സ്ട്രേറ്റ് ലുക്സ് ഇൻ ടു ദി ഐസ് ആൻഡ് കമ്മ്യൂണിക്കേറ്റ്സ്, വിച്ച് മീൻസ് ദാറ്റ് എവ്രി വൺ മാറ്റേഴ്സ്. നമ്മൾ ഈ ഇൻക്ലൂഷന്റെ കാര്യം പറഞ്ഞപ്പോൾ പോലെ ദർ ഇസ് നോ വൺ ഹു ഇസ് ഔട്ട്സൈഡ് ഹിസ് ആംസ് ഓഫ് ലവ്. ഒരു റെപ്രസെന്റേഷൻ ഓഫ് ഗോഡ്സ് ലവ് ആയിരിക്കും, വേർ എവ്രി വൺ മാറ്റേഴ്സ്. ഓക്കെ, ഐ ഗോട്ട് ഇറ്റ്. കണ്ണിൽ നോക്കി സംസാരിച്ച് ആ ഒരു ചേർത്ത് പിടിക്കുന്ന, നമ്മൾ പറയല്ലേ ഓൾ ഇൻക്ലൂസീവ്, ഓൾ എംബ്രേസിങ് ആ ഒരു പേഴ്സണാലിറ്റി. എവരിബഡി ഈസ് ഇമ്പോർട്ടൻറ്റ്, വെദർ ഇറ്റ് ഈസ് എ ഹൈ പൊസിഷനിൽ ഇരിക്കുന്ന ആളാകട്ടെ, ആൻ ഓർഡിനറി പേഴ്സൺ ആകട്ടെ, ആരുമാട്ടെ, മേ ബി എ ചൈൽഡ്, ആരുമാട്ടെ അവരെ കണ്ണിൽ നോക്കി സ്നേഹിച്ച് ചേർത്ത് പിടിക്കുന്ന, അതിനെ ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് എന്നുള്ള ലാംഗ്വേജ് വെച്ച് നമ്മൾ പറയുകയാണെങ്കിൽ, അല്ലേ, ആ ഒരു ലാംഗ്വേജ് വെച്ച് പറയുകയാണെങ്കിൽ എല്ലാവരും വാണ്ടഡ്, എല്ലാവർക്കും ഒരു റോളുണ്ട്, ഓൾ ആർ ഇമ്പോർട്ടൻറ്റ്. ഇതല്ലേ മാർപ്പാപ്പ തരുന്ന സന്ദേശം? അതെ, എവ്രി വൺ മാറ്റേഴ്സ്. പറഞ്ഞ പോലെ എവ്രി വൺ മാറ്റേഴ്സ്, എവ്രി വൺ ഇസ് ഇമ്പോർട്ടൻറ്റ്. ആൻഡ് അത് പുള്ളിയുടെ എല്ലാ ഇൻട്രാക്ഷനിലും ഉണ്ട്. അന്ന് അവിടെ വന്ന എല്ലാരെയും പുള്ളി കണ്ടു. ഹി മെറ്റ് ദം പേഴ്സണലി ആൻഡ് സ്പോക്ക് ടു ദം ആൻഡ് ഗേവ് ദം ഹിസ് ബ്ലെസ്സിങ്സ്. വി അറൗണ്ട് ഒരു 160ഓളം ഉണ്ടായിരുന്നു ഞങ്ങൾ പാർട്ടിസിപ്പൻസ് പല കൺട്രീസിൽ നിന്നും. അപ്പം ദാറ്റ് വാസ് സംതിങ് വെരി സ്പെഷ്യൽ, വെരി പ്രൊഫൗണ്ട് ആൻഡ് വെരി മീനിങ്. പിന്നെ എടുത്ത് പറയുന്ന മാർപ്പാപ്പയുടെ റെസ്പോൺസും ഇസ് ബേസ്ഡ് ഓൺ വാട്ട് വി ടോൾഡ് ഹിം. നമ്മൾ പറയുന്നതിന്റെ റെസ്പോൺസ് ആണ് മാർപ്പാപ്പ തരുന്നത്. സോ ഇറ്റ് വാസ് സംതിങ് വെരി ലൈക്ക് ബീങ് ഇൻ ദ പ്രസൻസ് ഓഫ് ഗോഡ്. ഇത് ഇപ്പോൾ നമ്മുടെ ചാനലിൽ വന്ന പലരും പ്രത്യേകമായിട്ട് നോട്ട് ചെയ്ത് പറഞ്ഞ കാര്യമാണ്. നമ്മളൊരു 20 പേരുള്ള മീറ്റിങ്ങിലിരിക്കുമ്പോൾ എന്നോടൊന്നും മിണ്ടത്തില്ലായിരിക്കും എന്നും പറഞ്ഞാണ് ഓരോരുത്തരും ഇരിക്കുന്നത്. പക്ഷെ മാർപ്പാപ്പ ഓരോ ഇൻഡിവിജ്വലിൻ്റെയും വ്യക്തിപരമായി അടുത്ത് എന്ന് കൈപിടിച്ച് കണ്ണിൽ നോക്കി സംസാരിച്ചു എന്നുള്ളത്, ദാറ്റ് ട്രാൻസെൻസ് ദ ജോയ് അറ്റ് ദ സെയിം ടൈം ദ മേഴ്സി ആൻഡ് ദ കൺസേൺ ഫോർ ഈച്ച് ആൻഡ് എവരി പേഴ്സൺ. എല്ലാവരും യുണീക്കാണെന്നുള്ളൊരു പാഠം മാർപ്പാപ്പ കൊടുക്കുകയാണ്, അല്ലേ? അതെ, എനിക്ക് തോന്നുന്നു. ഓക്കെ, പറഞ്ഞോ സിസി. ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഈ ന്യൂസ് കേട്ടപ്പോൾ ഞങ്ങൾ ഡിസ്കസ് ചെയ്ത ഒരു കാര്യമാണ്, മാർപ്പാപ്പ ടെക്നിക്കലി മാർപ്പാപ്പായിട്ട് ഒത്തിരി ഇയേഴ്സ് ഒന്നും ഇല്ലായിരുന്നു. പക്ഷേ ഹിസ് ടേം ലുക്ക് ലൈക്ക് എ ലോട്ട് ബിക്കോസ് he was embracing all the people. There was no exclusion in his papacy. That was something very profound. And പ്രത്യേകിച്ച് exclusion ഇല്ലെന്ന് പറഞ്ഞാലും he had special interest to people in the periphery. ബാക്കിയുള്ളവരെ എക്സ്ക്ലൂഡ് ചെയ്യാന്നല്ല, പക്ഷെ പെറിഫറിയിലുള്ളവരോട് he had very very special interest, very very special love. ഈ 12 വർഷത്തെ 12 ഡെക്കേഡായിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാമല്ലേ? അതെ അതെ, ആ രീതിയിലായിരുന്നു നമ്മൾ നോക്കും. ഈ വിശ്വാസം അല്ലെങ്കിൽ പ്രാർത്ഥന എന്നൊക്കെ പറയുന്നത് അത് ആക്ഷനിലാണല്ലോ. നമ്മുടെ സഹജീവികളോട് നമ്മൾ എങ്ങനെ നമ്മുടെ കരുണ കാണിക്കുന്നു, ദാറ്റ് ഈസ് സ്പിരിച്വാലിറ്റി, അല്ലേ? ആ രീതിയിൽ മാർപ്പാപ്പ സ്പിരിച്വാലിറ്റിക്ക് ഒരു പുതിയ ഡെഫിനിഷൻ തരുമല്ലേ? അതെ, മാർപ്പാപ്പ എനിക്ക് മനസ്സിലായിടത്തോളം ഞാൻ മാർപ്പാപ്പയുടെ പല കേട്ടതും വായിച്ചതാണ്, ഫോർ ഹിം faith is something that you put into action, not that you keep inside with yourself. അപ്പോൾ അത് and he did it practically. പുള്ളിക്കാരൻ്റെ ലൈഫിൽ പുള്ളി എവിടെയൊക്കെ he had encounter with people who are marginalized, he went out of his way to be with them, to talk to them. ഈവൻ നമ്മൾ വാറ്റിക്കൻ്റെ പുറത്ത് നോക്കുവാണെങ്കിൽ തന്നെ കാണാം ഈവനിങ്സിലുള്ള ഒരു ക്രൗഡും. സോ for him faith is not just in the chapel or in the church, it is what I do on the streets every day with my fellow being. അതായത് വിശ്വാസം അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് കുറേ ചൊല്ലിക്കൂട്ടുന്ന പ്രാർത്ഥനകളോ സം റിച്വൽസോ നമ്മുടെ അനുഷ്ഠാനങ്ങളോ അതിനൊക്കെ അപ്പുറം നമ്മൾ ട്രാൻസെൻഡ് ചെയ്യുന്ന ഒരു ലൈഫ് സ്റ്റൈൽ, അതല്ലേ മാർപ്പാപ്പ നമ്മളെ പഠിപ്പിച്ചത്? അതെ, നമ്മള് മാർപ്പാപ്പ സാധാരണ പറയുന്ന ഈസ് ദ ലീഡർ ഓഫ് 1.4 ബില്യൺ കാത്തലിക്സ് എന്ന് പറഞ്ഞാലും മാർപ്പാപ്പയുടെ ഫാൻസ് ആയിട്ട് വരുന്നത് ലോട്ട് ആർ പീപ്പിൾ ഹു ആർ നോട്ട് ഈവൻ കാത്തലിക്സ്, വിച്ച് ഷോസ് ഹൗ മച്ച് ഹി ലിവ്ഡ് വാട്ട് ഹി പ്രേഡ്. അപ്പൊ ഞാൻ പറയുന്ന സിമ്പിൾ, ഹി ലിവ്ഡ് വാട്ട് ഹി പ്രേഡ്, അല്ലെ ഹി പ്രേഡ് വാട്ട് ഹി ലിവ്ഡ്.
prayer is not just what is there in the books, പക്ഷേ പുള്ളി കാണിച്ച പോലെ ഈവൻ ഈ ലാസ്റ്റ് ഡേയ്സിൽ തന്നെ നമ്മൾ കാണുന്നു പുള്ളിയെ ഹെൽപ്പ് ചെയ്ത് പുള്ളിയെ കേറ്റർ ചെയ്ത ഡോക്ടേഴ്സിൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്നു, അവരോട് താങ്ക് യു പറയുന്നു. സോ ഫോർ ഹിം ഓൾ മാറ്റേർഡ് ആൻഡ് എവറിഥിങ് ഓർ എവ്രി വൺ വാസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് വളരെ ക്ലിയറായി CC, കാരണം ലൈഫ് സ്റ്റൈൽ വാട്ട് ഹി പ്രേഡ് ആൻഡ് വാട്ട് ഹി ലിവ്ഡ്. മാർപ്പാപ്പയുടെ ഇപ്പോൾ നമ്മൾ പൊതുദർശനത്തിന് 12:30 വെക്കുകയാണ്. മാർപ്പാപ്പയുടെ ഭൗതിക ബോഡി എല്ലാവർക്കും കാണാൻ വേണ്ടി ഈ ഒരു ദിവസം ഏറ്റവും നല്ല ആപ്റ്റായിട്ടുള്ളൊരു മെസ്സേജാണ് CCയിലൂടെ നമുക്ക് ലഭിച്ചത്. ഹി ലിവ്ഡ് വാട്ട് ഹി പ്രേഡ് ആൻഡ് ഹി പ്രേഡ് വാട്ട് ഹി ലിവ്ഡ്. എന്ത് പ്രാർത്ഥിച്ചോ അതനുസരിച്ച് ജീവിച്ചു, എങ്ങനെ ജീവിച്ചോ അതനുസരിച്ച് പ്രാർത്ഥിച്ചു. ഇത്രയും നല്ലൊരു സന്ദേശം മാർപ്പാപ്പയായിട്ട് ചേർന്നുകൊണ്ട് നമുക്ക് തരാൻ CC കാണിച്ച ജനറോസിറ്റിക്ക് പ്രത്യേകം നന്ദി പറയുന്നു. ഫോർത്ത് വേ ഫൗണ്ടേഷൻ എല്ലാ ആശംസകളും ഗുഡ്നസ് ചാനലിൻ്റെ പേരിൽ അർപ്പിക്കുന്നു. താങ്ക് യു ഫോർ ജോയിനിങ് us. Thank you so much. Thank you. God bless.